ഒരു മഴ സമയത്ത് പൊന്മുടിയിൽ താമസിക്കണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ട് ഈ വെക്കേഷൻ കാലത്ത് ഞാനും എൻ്റെ ഫ്രണ്ട് വിവേകും കൂടെ പൊന്മുടിയിലേക്ക് യാത്ര തിരിച്ചു. നല്ല മഴ, ഞങ്ങൾ ഉദ്ദേശിച്ച പോലുള്ള കാലാവസ്ഥ. മുൻകൂട്ടി ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്തതിനാൽ പൊന്മുടിയുടെ മെയിൻ ഗേറ്റിൽ നിന്നും ടിക്കറ്റ് എടുക്കാതെ ആ ഒരു ബുക്കിംഗ് കാണിച്ചുകൊണ്ട് നമുക്ക് അകത്തേക്ക് പോകാം. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി പൊന്മുടിയിലെ മഴ തീരെ കുറവാണ്. പക്ഷേ ട്രാഫിക് ബ്ലോക്ക് അതൊരു 1.5 ബ്ലോക്ക് തന്നെയാണ്. ഓരോരുത്തരും 3-4 മണിക്കൂർ കഷ്ടപ്പെട്ടാണ് മുകളിലേക്കും താഴേക്കും സഞ്ചരിക്കുന്നത്. അവധി ദിവസങ്ങളിലാണ് ഇതുപോലുള്ള ഗതാഗത കുരുക്ക് ഇവിടെ ഉണ്ടാകാറുള്ളത്. അശാസ്ത്രീയമായ വാഹന പാർക്കിംഗ് ആണ് ഇതിന് മെയിൻ കാരണം. ഏകദേശം 2-2.5 മണിക്കൂറോളം ഞങ്ങൾ ആ ബ്ലോക്കിൽ കിടന്നു. അതിനുശേഷമാണ് ഞങ്ങൾക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് യാത്ര തുടരാൻ വേണ്ടി സാധിച്ചത്. അങ്ങനെ ഗസ്റ്റ് ഹൗസിൽ എത്തിച്ചേർന്നു. അവധി ദിവസമായതിനാൽ ഗസ്റ്റ് ഹൗസും ഫുള്ളാണ്. ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് റൂം കിട്ടി. അപ്പോൾ അവധി ദിവസമാണ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ റൂം കിട്ടാൻ പാടാണ്. എന്തായാലും ഞങ്ങൾ കാർ ഇവിടെ പാർക്ക് ചെയ്തു. അതിനുശേഷം റിസപ്ഷനിലേക്ക് അവിടെ നിന്ന് താക്കോലും വാങ്ങി നേരെ റൂമിലേക്ക്. ഇതാണ് പൊന്മുടി ഗസ്റ്റ് ഹൗസിലെ 1200 രൂപയ്ക്കുള്ള റൂം. അങ്ങനെ റൂമിലെ ലഗേജ് എല്ലാം വച്ചിട്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി KTDC റെസ്റ്റോറൻറ്റിലേക്ക് പോയി. നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ ചായ ഉണ്ടെങ്കിലും ഒന്ന് KTDC പോയി ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് നല്ല 1-ാം തരം ചായ. ഒരു ചായക്ക് 23 രൂപയാണ് ചാർജ് വരുന്നത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അല്പനേരം പ്രകൃതിയിലേക്ക് കണ്ണു നട്ട് ഇരുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഗസ്റ്റ് ഹൗസിൽ ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന യാർഡിലേക്ക് എത്തി. അപ്പോഴേക്ക് അവിടെ എല്ലാം കോട കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ അവസാനിച്ചു. രാവിലെ ഞങ്ങൾ നേരെ പോയത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പൊന്മുടി ട്രീയെ കാണാൻ വേണ്ടിയാണ്. അങ്ങ് ദൂരെ വിദൂരതയിൽ നിങ്ങൾക്ക് പൊന്മുടി ട്രീ കാണാം. കണ്ടോ, ദോ നിൽക്കുന്നു. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ പൊന്മുടി ട്രീ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ട് നിർത്തും കേട്ടോ. ഇതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പൊന്മുടി ട്രീ. പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു മരം. അതുമാത്രമല്ല, നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന വഴിയും അതുപോലെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റപ്പെട്ട് കിടക്കുന്ന മലനിരകളും എല്ലാം ഇവിടെ വരുന്ന ഒരു സഞ്ചാരിയെ പ്രകൃതിയോട് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് പൊന്മുടി ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 40 രൂപ, അങ്ങനെ 2 പേർക്ക് 80 രൂപ, പിന്നെ കാറിന് 40 രൂപ, മൊത്തം 120 രൂപ. മുകളിലോട്ട് പോകും തോറും കോടമഞ്ഞ് കൂടിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ സമയം രാവിലെ 8:30. തിരുവനന്തപുരത്തുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇതുപോലുള്ള അവധി ദിവസങ്ങളിൽ രാവിലെ 8 മണിക്ക് തന്നെ ടിക്കറ്റ് എടുത്ത് കയറാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ ട്രാഫിക് ബ്ലോക്കുകളൊന്നും ഇല്ലാതെ ഉച്ചയ്ക്ക് തന്നെ നിങ്ങൾക്ക് മടങ്ങിപ്പോവുകയും ചെയ്യാം. ഇത് വാഗമണ്ണോ മൂന്നാറോ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തിൻ്റെ ഹിൽ സ്റ്റേഷനാണ്. ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിഷ്വൽസ് കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുമ്പും ഞാൻ പൊന്മുടിയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വന്നപ്പോഴും ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് ആ ഒരു വിഷ്വൽസ് കിട്ടിയത്. മഴയില്ലാത്ത സമയങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സമയം ഞാൻ പറഞ്ഞല്ലോ 8:30 കഴിഞ്ഞു. 8:30 കഴിഞ്ഞപ്പം തന്നെ ഇത്രയും ആൾക്കാർ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് സൺഡേ ആണ്. കാര്യം കൂടെ നമ്മൾ ഓർക്കണം. മറ്റുള്ള ദിവസങ്ങളിൽ ഇതുപോലെ തിരക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ
അങ്ങനെ ടോപ്പ് സ്റ്റേഷനിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. കാരണം അവിടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായി. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയാണ്. 8 മണി തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കൊടുത്തു തുടങ്ങും. ബൊഫയാണ്. എന്തൊക്കെയാണ് ഐറ്റങ്ങളെന്ന് നോക്കാം. ബ്രെഡുണ്ട്, ദോശയുണ്ട്, ഉപ്പുമാവുണ്ട്, സാമ്പാറുണ്ട്, ചമ്മന്തിയുണ്ട്, പഴം പുഴുങ്ങിയതുണ്ട്, പിന്നെ ജ്യൂസുണ്ട്. അപ്പോൾ ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ ദോശയും സാമ്പാറും ചമ്മന്തിയും മുട്ടയുമാണ് എടുത്തത്. അതിൻ്റെ കൂടെ ഒരു ജ്യൂസും എടുത്തിട്ടുണ്ട്. എൻ്റെ കൂടെ വന്ന മാന്യ വ്യക്തി ബ്രെഡാണ്. കാരണം വിദേശ രാജ്യങ്ങളിൽ ജനിച്ചു വളർന്നതുകൊണ്ട് അദ്ദേഹം അതേ കഴിക്കാറുള്ളൂ. ചുമ്മയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് പറഞ്ഞോട്ടെ, ഇന്നലെ ഇവിടെയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ നടന്നത്. അതുപോലെ തന്നെ ഈ പോകുന്ന വഴിയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞുള്ള ആ ഒരു പ്രൈവറ്റ് റോഡ് വഴിയാണ് പൊന്മുടി ട്രീയുടെ അടുത്തേക്ക് പോകാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.